ബാക്കി പഠിക്കാം. ചൽ ന തേരി ന മേരി, ഡേഡ് 100 പെർ പീസ്. എന്നാൽ പോട്ടെ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു പീസിന് 150 രൂപ. അച്ഛാ ദീദി ടീക്ക് ഹേ, കൊള്ളാം ചേച്ചി, ശരി. ലോ രംഗ് പസന്ത് കർ ലോ, ശരി, ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുത്തോളൂ. കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹാ ഔർ ഗഡർ പത്നി കെ സാമനെ സർക്കാ ദിയ, എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ പറയുകയും ഷോളിൻ്റെ കെട്ട് ഭാര്യയുടെ അടുത്തേക്ക് നീക്കി വെക്കുകയും ചെയ്തു. പത്നിനെ 5 ഷാൾ അലഗ് കർലി, ഭാര്യ 5 ഷോളുകൾ തിരഞ്ഞെടുക്കുകയും മേരി ഓർ ദേഖ് രൂപയെ ദേനെ കാ ഇഷാര കിയ, എന്നിട്ട് എന്നെ നോക്കി ആംഗ്യം കാണിച്ചു, പൈസ കൊടുക്കാനായിട്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. മേംനെ ജഡ് 750 രൂപയെ നിക്കാൽ കർ ദേ ദിയ, ഞാൻ പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്ത് കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इस बात पर अड़की रही. അവൾ പോയതിന് ശേഷം വഴിയിൽ മുഴുവൻ, അതായത് പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ ഭാര്യയ്ക്ക് ഈ കാര്യത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ, സുയി, ശ്രദ്ധ. വോ ഏക് ബാർ മേം ഹി 150 മേം മാൻ ഗയി, ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ അവൾ 150 രൂപയ്ക്ക് തന്നു. ഗലത്തേക്ക്, തെറ്റുപറ്റി. ധോട തോൾ മോൾ ഔർ കർണ ചാഹിയേത, കുറച്ചുകൂടി വില പേശാമായിരുന്നു. തോൾ മോൾ, വില പേശുക, വില പേശാമായിരുന്നു. ഔർ മേരെ സുയി, എന്നാൽ എൻ്റെ ശ്രദ്ധ അതീത് മേം ജാ അഡ്കി ധേ, എൻ്റെ ശ്രദ്ധ മുഴുവൻ കഴിഞ്ഞ കാലത്തിലേക്ക് പോകുകയാണ് ചെയ്തത്. बेटी को गोद में बिठा रेलगाड़ी के खिड़की से झांकता മേം സോച്ച് രഹാ ഥാ, ഞാൻ മകളെ മടിയിലിരുത്തിക്കൊണ്ട് റെയിൽഗാഡിക്ക് ഖിഡ്കി സേ, ട്രെയിനിൻ്റെ ജനൽ വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആലോചിക്കുകയായിരുന്നു. സോച്ച് രഹാ ഥാ, ആലോചിക്കുകയായിരുന്നു. മേരെ പിതാ ഭി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് ജബ് ധക്കെ ഹാരെ ഘർ ആത്തെ, എൻ്റെ അച്ഛൻ ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിട്ട് എപ്പോഴാണോ ധക്കെ ഹാരെ, ക്ഷീണിച്ച് തളർന്നു വരുന്നത്, തോ ഉൻകി ആംഖോ മേം ഭി വഹി നമി ഥി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ആ നനവുണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതി കി ആംഖോ മേം ഥി, ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേപോലത്തെ നനവ് എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും കണ്ടിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു.